ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ 3 അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പോളയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പോള എങ്ങനെ ഉണ്ടാക്കുന്നത് കാണണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാം. ആദ്യം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഗീ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ അതൊന്ന് മെൽട്ടാവട്ടെ. അതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല പോലെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്തരക്കുന്നില്ല ചിക്കൻ കറിക്കൊക്കെ സാമ്പാറിനൊക്കെ, അതുപോലെ ഒന്നും ആവണ്ട കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായ്പണ്ടമില്ലേ. കായ്പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായൻ്റെ പണ്ടമില്ലേ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നത്. മുട്ടയും ഇതൊക്കെ ഇട്ടിട്ടാക്കുന്നത് അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സാണ് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഈ തേങ്ങ ഇത്രേ ആവണ്ട കേട്ടോ. ഇത് ഏകദേശം ഈ ഗോൾഡൻ കളർ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പിന്നെ നമ്മുടെ ഉന്നക്കായൻ്റെ പണ്ടമില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഉന്നക്കായൻ്റെ പണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ, അറിയില്ലേ. അപ്പോൾ ഇതൊരു കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് കോരുക. അതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് പഞ്ചസാര ഇടുക. പിന്നെ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നല്ല പോലെ വഴറ്റുക. അപ്പം ഇതുപോലത്തെ ടെക്സ്ചർ കിട്ടും. പഞ്ചസാര ഉപ്പ് വേണമെങ്കിൽ ലേശം ഇടാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ 5 മുട്ടയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 മുട്ട നമുക്ക് ജ്യൂസിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചിടാം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ അധികം പഞ്ചസാര കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസ് പഴം ഒരു 4 കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അതിൻ്റെ അടിയിലൊരു തവ വെക്കണം, അല്ലെങ്കിൽ അടി കത്തിപ്പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മിക്സിങ് റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാനിതാ പഴത്തിൻ്റെ ഇതിലേക്ക് അപ്പോൾ അത് ജ്യൂസ് അടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇവിടെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണ് ഗീ നമ്മൾ ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ചുറ്റിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സില്ലേ, അത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം കേട്ടോ, ഹാഫ് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതും ലോ ഫ്ലെയിമിൽ വെച്ച്, ഓൾറെഡി ഇത് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണല്ലേ. അപ്പം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പം അത് പിന്നെ വേവാനൊന്നും നിൽക്കണ്ട. അത് ഒഴിച്ച് കഴിഞ്ഞ പാടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിങ്ങില്ലേ, ഈ തേങ്ങയും നമ്മുടെ ഉന്നക്കായൻ്റെ പണ്ടമെല്ലാം ഇല്ലേ, ആ മിക്സിങ്ങും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മിക്സില്ലേ ബനാനാൻ്റെ, അതും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്നും സമയമൊന്നും കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇതെല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ പാട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ കറുത്ത മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നല്ല മൊഞ്ചുണ്ടാവും കാണാൻ. അത്രയും സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ്പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈ റമദാനിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിത് ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കമിഴ്ത്തിയിടാം. ഓക്കെ, നോക്കിയാൽ നല്ല അടിപൊളി പോള റെഡി ആയിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് കുറച്ച് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോള സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ ബൈ.